ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 20ാമത്തെ ഭാഗമാണ് നാം ഇന്ന് വിവരിക്കുന്നത്. നമുക്ക് ഇന്ന് കലി നിഗ്രഹം, കലിയെ എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്തത്, അതായത് ഈ ഭാരതഭൂമിയിൽ നിന്ന് കലിയെ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും ഉച്ചാടനം ചെയ്ത് കലി ബാധിക്കാത്ത ഒരു പ്രദേശമായി ഭാരതത്തെ മാറ്റിയത് എങ്ങനെയെന്നാണ് ഇന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധർമ്മദേവനും ഭൂമിദേവിയും വിഷമത്തോടുകൂടി ഗംഗാതീരത്ത് നിൽക്കുന്ന കാഴ്ചയിലേക്കാണ് പരീക്ഷിത്ത് കടന്നു വന്നത്. 3 കാലുകളും നഷ്ടപ്പെട്ട് സത്യം എന്ന ഒരു കാലിൽ മാത്രം നിലകൊള്ളുന്ന ഒരു കാളയുടെ രൂപത്തിൽ ധർമ്മദേവനും ആരോഗ്യം നഷ്ടപ്പെട്ട് വിശന്നു പൊരിഞ്ഞ് എല്ലും തോലുമായി നിൽക്കുന്ന, വിഷാദിച്ച് നിൽക്കുന്ന പശുവിൻ്റെ രൂപത്തിൽ ഭൂമിദേവിയും, ഈ 2 ജീവികളെയും, നിരാലംബരായ 2 ജീവികളെയും ഉപദ്രവിക്കുന്ന ഒരു ശൂദ്രനായ രാജാവിൻ്റെ വേഷം ധരിച്ച ഒരു നീചനായ ഒരാൾ അതിനെ ഉപദ്രവിച്ചും അടിച്ചും കൊല്ലുവാൻ ശ്രമിച്ചും ഒക്കെ കൊണ്ട് നിൽക്കുന്നത് കാണുന്നു. ആ ശൂദ്രവേഷത്തിൽ നിന്ന രാജാവിൻ്റെ രൂപത്തിൽ നിന്ന ആളായിരുന്നു കലി. പശുവിൻ്റെ രൂപത്തിൽ മെലിഞ്ഞ് ആഹാരം കഴിക്കാതെ ക്ഷീണിച്ച് വിവശയായി തേജസ് നഷ്ടപ്പെട്ട് നിന്ന പശുവാണ് ഭൂമിദേവി. അതുപോലെ തന്നെ 3 കാലുകൾ നഷ്ടപ്പെട്ട് സത്യം എന്ന ഒരു കാലിൽ മാത്രം ധർമ്മവും തപസ്സും ശുദ്ധിയും നഷ്ടപ്പെട്ട് 4ാമത്തെ ഒരു കാലിൽ മാത്രം അവശേഷിക്കുന്ന ധർമ്മദേവനാണ് കാളയുടെ രൂപത്തിൽ നിന്ന് പരസ്പരം അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കലിയുഗത്തിൻ്റെ ആരംഭമാണത്. ആ ആരംഭത്തിൽ ഭൂമിദേവി തൻ്റെ രാജ്യമായ ഈ ഭൂമി ഭരിക്കുന്നത് ധർമ്മം നഷ്ടപ്പെട്ട ബ്രാഹ്മണരെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുന്ന അധർമ്മികളായിട്ടുള്ള ഭരണകർത്താക്കൾ രാജ്യം ഭരിക്കുന്ന ആ രംഗം കാരണം ഭൂമിദേവി നിന്ന് വിലപിക്കുകയാണ്. അധർമ്മികൾ ഭരിക്കുമ്പോൾ സത്യധർമാദികൾ ഭൂമിയിലില്ലാതെ വരുന്നു. ഈശ്വര അനുഗ്രഹം ഉള്ളവർ ഭൂമിയിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടുന്നു. എവിടെയും അധർമ്മവും അസത്യവും മാത്രം, ദുഷ്ടതയും സ്വാർത്ഥതയും സ്വാർത്ഥ ലാഭങ്ങളും അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരം ഉപയോഗിച്ച് പാവങ്ങളായിട്ടുള്ള സാമാന്യ ജനത്തിനെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദുരന്തമായിട്ടുള്ള അനുഭവത്തിലൂടെ ഭൂമിദേവി കടന്നു പോകുന്നു. അപ്പോൾ ആ വിഷമം കാരണം ധർമ്മദേവനോട് ഭൂമിദേവി തൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് കടന്നു വരുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ പാവങ്ങളെ ഹിംസിക്കുന്ന ശക്തനായ നീ ആരാണെന്ന് ഈ പാവത്തുങ്ങളെ ഉപദ്രവിക്കുന്ന കലിയോട് ചോദിക്കുകയാണ്. ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ആരാണ് ഇങ്ങനെ പാവങ്ങളെ ശിക്ഷിക്കാൻ നീ ആരാണ്? ദേശം കൊണ്ട് നീ രാജാവാണ്, പക്ഷേ കർമ്മം കൊണ്ട് നീ നീചരിൽ നീചനാണ്. കാരണം സാധുക്കളായിട്ടുള്ള ജീവികളെ ഉപദ്രവിക്കുന്നവൻ ആരാണോ അവൻ നീചന്മാരിൽ, കർമ്മം കൊണ്ട് നീചരിൽ നികൃഷ്ടനാണ്. അർജുനനോടൊന്നിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തതിനാൽ ഇനി ഏത് അധർമ്മവും പ്രവർത്തിക്കാം എന്നാണോ നീ ചിന്തിക്കുന്നത്? ആരുണ്ട് എന്നോട് ചോദിക്കാൻ എന്നാണോ നീ ചിന്തിക്കുന്നത്? ഇതൊക്കെ നിന്റെ വെറുതെയുള്ള വിചാരമാണ്. നിരപരാധികളായ ഇവരെ ദ്രോഹിക്കുന്ന നീ ശരിക്കും വധശിക്ഷ അർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് ഈ കലിയുടെ നേരെ ആഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഈ ശൂദ്രനെ മാറ്റി നിർത്തിയ ശേഷം കാളയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ വെളുത്തു മൃദുവായ ഈ ശരീരം, ഇതിൻ്റെ 3 കാലുകളും നഷ്ടപ്പെട്ടു. അല്ലയോ വൃഷഭമേ, കാളയെ, അങ്ങ് ആരാണ്? എനിക്ക് അങ്ങയെ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. പൂരുവംശ രാജാക്കന്മാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയിൽ ആർക്കും ദുഃഖമുണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങയ്ക്ക് മാത്രം ഈ ദുഃഖം വരാൻ എന്താണ് കാരണം? സുരഭിപുത്രനായ അങ്ങ് കരയരുത്. ദേവലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പശുവാണ് സുരഭി. ആ സുരഭിയിൽ നിന്നാണ് ഭൂമിയിലുള്ള ഈ പശുമൃഗാദികൾ ഉണ്ടായതെന്നാണ് സങ്കല്പം. അതാണ് സുരഭിപുത്രനായ അങ്ങ് കരയരുത്. ഈ ശൂദ്രനെ ഇനി അങ്ങ് ഭയപ്പെടേണ്ട.
ഇത്രയും കാളയോട് പറഞ്ഞതിന് ശേഷം പശുവിനെയും പരീക്ഷിത്ത് ആശ്വസിപ്പിക്കുകയാണ്. അമ്മേ ഭഗവതി, അവിടുന്ന് ഇനിയും കരയരുത്, പശുവിനെയാണ്. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സങ്കല്പം, ഗോവ് മാതാവാണെന്നുള്ള സങ്കല്പം. ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ഞാനിവിടെ എത്തിച്ചേർന്നുവല്ലോ, ഇനി എന്തിനാണ് അമ്മ വിഷമിക്കുന്നത്? ഒരു രാജാവിൻ്റെ രാജ്യത്ത് പ്രജകളെ ദുഷ്ടന്മാർ ദ്രോഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ രാജാവിൻ്റെ കീർത്തി, ആയുസ്, ഭാഗ്യം, പുണ്യലോകങ്ങൾ എല്ലാം നഷ്ടപ്പെടും. എങ്ങനെയുള്ള രാജാക്കന്മാരുടെ? ഒരു രാജ്യത്ത് തൻ്റെ പ്രജകളെ ദുഷ്ടന്മാർ ഉപദ്രവിച്ചാൽ അത് കണ്ടു നിന്ന് യാതൊന്നും ആ ദുഷ്ടന്മാർക്കെതിരെ ചെയ്യുന്നില്ല എങ്കിൽ ആ രാജാവിൻ്റെ ധർമ്മവും കീർത്തിയും ആയുസ്സും പുണ്യലോകങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. ദുഃഖിതരുടെ ദുഃഖം ശമിപ്പിക്കലാണ് രാജാക്കന്മാരുടെ ധർമ്മം. അതിനാൽ പ്രാണികളെ ദ്രോഹിക്കുന്നവനും നീചനുമായ ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. അല്ലയോ വൃഷഭമേ, അങ്ങയുടെ 4 കാലുകൾ ഉണ്ടായിരുന്നത് 3 ആരാണ് മുറിച്ചു കളഞ്ഞത്? ശ്രീകൃഷ്ണൻ്റെ ധർമ്മ ഉപദേശമനുസരിച്ച് രാജ്യം ഭരിക്കുന്ന എൻ്റെ രാജ്യത്ത് അങ്ങയെപ്പോലെയുള്ള നല്ലവർ ഒരിക്കലും ക്ലേശിക്കാൻ പാടില്ല. നിരപരാധിയായ അങ്ങയുടെ കാലുകൾ മുറിച്ച് പാണ്ഡവ വംശജനായ എൻ്റെ കീർത്തിയിൽ കളങ്കം ചേർത്തവൻ ആരാണ്? നിരപരാധികളെ ദ്രോഹിക്കുന്നവന് എന്നിൽ നിന്നും കഠിനമായ ശിക്ഷ കിട്ടും. ദുർജനങ്ങളെ ശിക്ഷിച്ചാൽ മാത്രമേ സജ്ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകൂ. ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതി നിരപരാധികളെ ദ്രോഹിക്കുന്നവൻ ദേവനായാൽ പോലും ഞാൻ അവൻ്റെ കൈ വെട്ടിമുറിക്കുന്നുണ്ട്. സ്വധർമ്മത്തെ ആചരിക്കുന്നവനെ രക്ഷിക്കുന്നതും അധർമ്മികളെ ശിക്ഷിക്കുന്നതും രാജാവിൻ്റെ ധർമ്മമാണ്. അതായത് സ്വധർമ്മം, നമ്മൾ എന്താണോ, ആരാണോ, എങ്ങനെയാണോ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ധർമ്മം. ആ സ്വധർമ്മം നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന അധർമ്മികളെ ശിക്ഷിക്കുന്നത് രാജാവിൻ്റെ ധർമ്മമാണ്. അങ്ങയെ വിരൂപനാക്കിയത് ആരാണ്? എന്നോട് സദയം പറഞ്ഞാലും എന്ന് പരീക്ഷിത്ത് ഈ കാളയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന ധർമ്മദേവനോട് പറയുകയാണ്. അപ്പോൾ ആ ധർമ്മദേവൻ മറുപടി പറയുകയാണ്, പരീക്ഷിത്തേ, പാണ്ഡവ വംശത്തിൽ ജനിച്ചവന് ഏറ്റവും യോജിച്ച വാക്കുകൾ തന്നെയാണ് അങ്ങ് പറയുന്നത്. ദുഃഖിതരുടെ ഭയം തീർത്ത് അനുഗ്രഹിക്കുന്ന വാക്കുകളാണല്ലോ അങ്ങ് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ആ സാരഥ്യം മുതലായ സേവനങ്ങൾ പാണ്ഡവർക്ക് വേണ്ടി ചെയ്തത് ചുമ്മാതല്ല. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ശ്രേഷ്ഠമായ സാരഥ്യം പാണ്ഡവരെ ശ്രേഷ്ഠരാക്കി. അവരുടെ അനന്തര തലമുറയായ പരീക്ഷത്തിനെയും ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പലതാണ്, പല കാരണങ്ങളാണ്. ചിലർ പറയും അജ്ഞാനമാണ് എന്ന് എൻ്റെ ദുഃഖ കാരണമെന്ന് പറയുന്നു. മഹാത്മാക്കളായ മുനികളാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പലതാണെന്ന് പറയുന്നത്. ചിലർ പറയുന്നു എൻ്റെ ദുഃഖ കാരണം ദൈവമാണെന്ന്. മറ്റു ചിലർ പറയുന്നു കാലമാണ് ദുഃഖമെന്ന്, അജ്ഞാനമാണ് എൻ്റെ ദുഃഖ കാരണമെന്നും പറയുന്നു. എന്നാൽ ഏതാണ് ശരിയായ കാരണമെന്ന് പറയുവാൻ മറ്റു ചിലർ പറയുന്നു മനുഷ്യരുടെ സ്വഭാവ വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ട്, ആ സ്വഭാവശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ദുഃഖം, എനിക്ക് ഈ ദുഃഖം, ധർമ്മദേവന് ഈ ദുഃഖമുണ്ടായതെന്ന് പറയുന്നു. ഇങ്ങനെ അങ്ങ് ബുദ്ധിയുള്ളവനല്ലേ എന്ന് പരീക്ഷിത്തിനോട് പറയുകയാണ്. അങ്ങ് തന്നെ ഊഹിച്ചെടുക്കൂ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന്. ധാരാളം കാരണങ്ങളാണ് യോഗീശ്വരന്മാർ പറയുന്നത്. അതായത് ധർമ്മം നഷ്ടപ്പെടുവാൻ ധാരാളം കാരണമുണ്ട്. അത് ഇന്ന ഒരു കാരണം കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്നില്ല, ധാരാളം കാരണങ്ങളുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ അജ്ഞാനം കൊണ്ട് ഈശ്വരനുമായിട്ട് അകലെപ്പോയതിൻ്റെ ഒരു ദുഃഖം, പിന്നെയോ കാലം എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. സദ്ഭാവനയും സത്ചിന്തകളെയും സത്കർമ്മങ്ങളെയും മാറ്റിമറിച്ച് ദുഷ്കർമ്മങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും അധർമ്മത്തിൻ്റെയും ഒരു കാലത്തിലേക്ക് മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയൊക്കെ ഒഴുക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ കാലവും എൻ്റെ ദുഃഖത്തിനൊരു കാരണം തന്നെയാണെന്ന് ധർമ്മദേവൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, പരീക്ഷിത്തെ, അവിടുന്ന് ബുദ്ധിമാനല്ലേ, അങ്ങ് തന്നെ എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് പറയൂ, അല്ലെ അദ്ദേഹം അങ്ങ് ഊഹിച്ച് പറയൂ. ധർമ്മം, ഈ പറഞ്ഞതെല്ലാം പരീക്ഷിത്ത് പറയുകയാണ്, ധർമ്മമാണ് അങ്ങ് പറഞ്ഞത്, വളരെ ധർമ്മമായിട്ടുള്ള കാര്യമാണ് ധർമ്മദേവൻ
പറഞ്ഞത്. അധർമ്മം ചെയ്യുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നവനെയും പാപം ബാധിക്കുമെന്നൊരു ഒരു സങ്കല്പമുണ്ട്. അതായത് അധർമ്മം ചെയ്യുന്നവൻ ഇന്നാരാണ് അധർമ്മം ചെയ്തത്, അവനെ തുറങ്കിലടയ്ക്കൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നവന് പോലും ആ അധർമ്മം ചെയ്തവൻ്റെ പാപത്തിൻ്റെ പങ്ക് ലഭിക്കും എന്ന് പരീക്ഷിത്ത് പറയുന്നു. അതുകൊണ്ടാകാം അങ്ങ് അറിവുള്ളവനായതുകൊണ്ട്, അങ്ങ് ബുദ്ധിമാനായതുകൊണ്ടാണ് എന്നോട് ഇന്നതാണ് കാരണം അങ്ങയുടെ ദുഃഖത്തിന് എന്ന് അങ്ങ് പറയാതിരുന്നത് എന്നിവിടെ പരീക്ഷിത്ത് പറയുകയാണ്. അധർമ്മത്തിൻ്റെ അംശങ്ങളായ ഗർവ്, വിഷയാസക്തി, മതം എന്നിവയാൽ 3 പാദങ്ങളും അങ്ങയ്ക്ക് നഷ്ടമായിരിക്കുന്നു. സത്യമാകുന്ന ഒരു പാദത്തിലാണ് ധർമ്മമാകുന്ന അങ്ങിപ്പോൾ നിൽക്കുന്നത്. അസത്യത്താൽ പോഷിക്കപ്പെടുന്നവനും അധർമ്മിയുമായ കലി സത്യമാകുന്ന ആ പാദത്തെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതാണ് 3 കാലിൽ നിന്ന കാളയെ 4ാമത്തെ കാലും വെട്ടിക്കളയുവാൻ വേണ്ടി ശൂദ്രൻ്റെ രൂപത്തിൽ ധർമ്മം പാലിക്കുന്ന രാജാവിൻ്റെ രൂപത്തിൽ വന്ന് കലി കാണിച്ചുകൊണ്ട് നിന്നതവിടെ. ഭൂമി സുന്ദരമായിരുന്നു. വളരെ സുന്ദരമായ ഭൂമിദേവി പോലും ഇപ്പോൾ വിരൂപയാക്കപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്നും ബ്രാഹ്മണ ദ്വേഷികളായ നീചന്മാരാണല്ലോ ഇനി തന്നെ ഭരിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഈ ഭൂമിദേവി സങ്കടപ്പെടുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. ഭൂമിദേവി തൻ്റെ ഭർത്താവായ ശ്രീകൃഷ്ണൻ തന്നെ ഉപേക്ഷിച്ചു പോയ ദുഃഖം കൊണ്ടും അധാർമികളും ബ്രാഹ്മണ വിദ്വേഷികളുമായിട്ടുള്ളവരാണ് ഭരിക്കുന്നത്. ഇനിയും അങ്ങോട്ട് ഇതിനേക്കാൾ ആരൊക്കെയാണോ സത്കർമ്മം ചെയ്യുന്ന അവരെ എല്ലാം വിദ്വേഷിച്ച് ആട്ടി അകറ്റും. ബ്രാഹ്മണരെയൊക്കെ ആക്ഷേപിക്കുകയും ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവരെയൊക്കെ കരിവാരി തേക്കുകയും അവരെയൊക്കെ നീചന്മാരെന്നും മ്ലേച്ഛരെന്നും പറഞ്ഞ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ കലിയുഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ പരീക്ഷിത്ത് എന്ത് ചെയ്തു? ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ തീർത്തു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് കലിയെ കൊല്ലുവാനായി തൻ്റെ വാളൂരി ഇപ്പോൾ തന്നെ സംഹരിക്കുമെന്ന് ബോധ്യപ്പെട്ട കലി എന്ത് ചെയ്തു? ഭയന്നു വിറച്ച് രാജാവിൻ്റെ ചിഹ്നങ്ങളെല്ലാം, ആ രാജകീയമായ പരിവേഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരീക്ഷത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദുഃഖിതരിൽ വാത്സല്യമുള്ള രാജാവ് തൻ്റെ കാൽക്കൽ നമസ്കരിച്ച് ശരണം പ്രാപിച്ച കലിയെ കൊന്നില്ല. അതാണ് പൂരുവംശത്തിൻ്റെ, ഹസ്തിനപുരിയുടെ, നമ്മുടെ ഭാരതഭൂമിയുടെ സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഏത് ശത്രുവാണോ, ഏത് ദുഷ്ടനാണോ, ഏത് അധർമ്മിയാണോ, ഏത് കൊലപാതകിയാണോ തൻ്റെ കാൽക്കൽ വീഴ്ന്ന് അപേക്ഷിക്കുന്ന അവരെ രക്ഷിക്കുക, അവരെ സംഹരിക്കാതിരിക്കുക എന്നുള്ള ധർമ്മം ഇവിടെ പരീക്ഷിത്തും നടപ്പിലാക്കി. അപ്പോൾ അർജുനൻ്റെ കീർത്തിയെ നിലനിർത്തിക്കൊണ്ട് രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ആശ്രയിച്ചതിനാൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്ന് കലിയോട് വാൾ ഉരിപ്പിടിച്ച് നിൽക്കുന്ന പരീക്ഷിത്ത് പറയുകയാണ്. അർജുനൻ്റെ കീർത്തിയെ നിലനിർത്തിക്കൊണ്ട് രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ ഞാൻ കൊല്ലാത്തത് നീ എന്നിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണ്, ധർമ്മത്തിൻ്റെ ബന്ധുവല്ല. അതിനാൽ നീ ഇനി എൻ്റെ രാജ്യത്ത് താമസിക്കാൻ പാടില്ല. രാജാവിൻ്റെ ശരീരത്തിൽ നീ വ്യാപിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹം, അസത്യം, മോഷണം, മര്യാദയില്ലായ്മ, ധർമ്മത്യാഗം, അശ്രീകരത്വം, കാപട്യം, കലഹം, ഗർവ് തുടങ്ങിയവയെല്ലാം രാജാവിനെ ബാധിക്കും. അപ്പോൾ കലി ബാധിച്ച ഒരു ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവിടെ പരീക്ഷിത്ത് പറഞ്ഞത്. പരീക്ഷത്തിനെ ഇതെല്ലാം ബാധിക്കും. അതുകൊണ്ട് നീ ഇനിയും എൻ്റെ രാജ്യത്ത് തുടരാൻ പാടില്ല. തുടർന്നാൽ അത്യാഗ്രഹമുണ്ടാകും ഭരണാധികാരികൾക്ക്. ത്തിലൂടെയായിരിക്കും അവർ എപ്പോഴും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മറ്റുള്ളവരുടെ ധനം മോഷണം ചെയ്യുന്നതിനും യാതൊരു മടിയും കാണില്ല. മര്യാദയില്ലാത്ത വർത്തമാനവും കർമ്മവുമായിരിക്കും. ധർമ്മത്തെയൊക്കെ ത്യജിക്കും. അങ്ങനെയുള്ളവർ അശ്രീകരത്വമായിരിക്കും അവരുടെ മുഖലക്ഷണം. ശ്രീയില്ലായിരിക്കും. കാപട്യം, കലഹം, ഗർവ്, ഞാനെന്ന ഭാവം, അധികാരമെന്ന ആ ഒരു ഗർവ് എന്നീ ധർമ്മങ്ങൾ ഓരോന്നോരോന്നായി, എന്നീ അധർമ്മങ്ങൾ ഓരോന്നോരോന്നായി ഈ രാജാവ്, അതായത് ഭരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ആയാൽ കടന്നു വരും. അതുകൊണ്ട് നീ എൻ്റെ രാജ്യത്ത് ഈ ബ്രഹ്മാവർത്തത്തിൽ
അധർമ്മബന്ധുവായ നീ ഒരിക്കലും ഇനി കാൽ കുത്തിപ്പോകരുത് എന്ന് കലിയോട് കൽപ്പിച്ച് വളരെ വിദ്വേഷത്തോടെ ശക്തിയോടുകൂടി കൽപ്പിക്കുകയാണ്. യജ്ഞേശ്വരനായ ഭഗവാനെ ആരാധിക്കുന്ന സ്ഥലമാണ് ഇത്. ചരാചരങ്ങളായ സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും വായുവിനെ പോലെ വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവാണ് ഭഗവാൻ ശ്രീ നാരായണൻ. ആ ഭഗവാനെ ആരാധിക്കുന്നതിനാൽ ഈ നാട്ടിൽ സർവ്വ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന നാരായണൻ ഇവിടെ നിലനിൽക്കുന്നതിനാൽ ആ ധർമ്മമാർഗത്തിൽ ജീവിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന എൻ്റെ രാജ്യത്ത് നിന്റെ വാസം തീരെ ഇനിയും പറ്റില്ല. അതിനാൽ ഈ നാട് ഉപേക്ഷിച്ച് നീ എവിടെയെങ്കിലും പോയി താമസിച്ചു കൊള്ളുക, നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പരീക്ഷിത്ത് വളരെ കോപാകുലനായി കൽപ്പിച്ചപ്പോൾ ഭയചികിതനായ കലി വാളൂരി പിടിച്ചു നിൽക്കുന്ന ആ രാജാവിനോട് പറയുകയാണ്, അങ്ങ് ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയല്ലേ, ഞാൻ എവിടെ പോയി താമസിച്ചാലും അങ്ങ് എന്നെ അവിടെ നിന്ന് ഓടിക്കില്ലേ? കാരണം ഈ ഭാരതഖണ്ഡമായിരുന്നു ഭൂമിയിലെ ഏക രാജ്യം. ഈ ഭൂമിയിലാകെ ജനവാസമുള്ളതും സംസ്കൃതിയുള്ളതും ഭരണവും ന്യായവും നീതിയുമുള്ള ഒരു ജനതതിയുള്ളത് ആകെ ഭാരതഖണ്ഡത്തിലേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് കലി ചോദിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ എവിടെ പോയാലും അങ്ങ് എന്നെ ഓടിക്കില്ലേ? കാരണം ഈ ഭൂമി മുഴുവനും അങ്ങയുടേതല്ലേ. അതിനാൽ എനിക്ക് താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥാനങ്ങൾ കൽപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൊള്ളാം എന്ന് കലി പറയുകയാണ്. കലിയുടെ അപേക്ഷ പ്രകാരം പരീക്ഷിത്ത് 4 സ്ഥാനങ്ങൾ കലിക്ക് അനുവദിച്ചു കൊടുത്തു. ഒന്നാമത്തേത് ചൂത് കളിക്കുന്നവരുടെ ഇടയിൽ, രണ്ടാമത്തേത് മദ്യസേവകരുടെ ഇടയിൽ, മൂന്നാമത്തേത് സ്ത്രീ സേവകർ, സ്ത്രീകളെ ആളുമായിട്ടുള്ള സംഘങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥലത്ത്, പിന്നെയോ നാലാമത്തേത് ഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ, വ്യക്തികൾ, അവരുടെ ഉള്ളിലും ഈ 4 സ്ഥാനങ്ങളിൽ വസിച്ചു കൊള്ളുവാൻ കലിയോട് പരീക്ഷിത്ത് ആജ്ഞാപിച്ചു. 4 അധർമ്മത്തിൻ്റെ ഉറവിടങ്ങളാണല്ലോ. ഇനി ഒരു സ്ഥാനം കൂടി തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ച കലിക്ക് ധനത്തെ തന്നേക്കാം 5ാമത്തെ സ്ഥാനമായി എന്ന് പറഞ്ഞ് ആ ധനത്തിൻ്റെ സ്ഥാനത്തെയും കൊടുത്തു. കാരണം ധനം വന്നു കഴിയുമ്പോൾ മദ്യപാനവും ചൂതുകളിയും സ്ത്രീ സേവയും ഹിംസയും ഈ 4 അധർമ്മങ്ങളും ധനത്തിൻ്റെ പിന്നാലെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ കൽപ്പനയനുസരിച്ച് കലി ഈ 5 സ്ഥാനങ്ങളിൽ വാസമുറപ്പിച്ചു. അതിനാൽ ശ്രേയസിനെ കാക്ഷിക്കുന്ന ആരും ഈ 5 സ്ഥാനങ്ങളെ പ്രാപിക്കരുത്, അവയെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ധർമ്മത്തെ രക്ഷിക്കുവാനും പാലനത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച രാജാവ് പ്രത്യേകിച്ചും ഈ 5 സ്ഥാനങ്ങൾ ഉപേക്ഷിക്കണം. എന്ന് വെച്ചാൽ സമ്പത്തില്ലാതെ ജീവിക്കണമെന്നല്ല, അവനവൻ്റെ ജീവിതത്തിന് വേണമെന്ന മാത്രം സമ്പത്ത് സമ്പാദിക്കുക, അധാർമികമായ നിലയിൽ അല്ലെങ്കിൽ ധാരാളം മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ട സ്വത്തുകളും സമ്പാദ്യങ്ങളും രാജ്യവും ഒക്കെ തട്ടിയെടുക്കുകയും രാജ്യത്തിൻ്റെ പേരിൽ സ്വത്ത് സമ്പാദിക്കുക, പ്രജകളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കുക, മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്വത്ത് സമ്പാദിക്കുക, അന്യായമായി സ്വത്ത് സമ്പാദിക്കുക, ഇതൊക്കെ അധർമ്മത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും മേഖലകളിലേക്കാണ് പോകുന്നത്. അതൊരു രാജാവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ ഏതെല്ലാം രീതിയിൽ മുടിഞ്ഞു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നതിന് വേറൊരു കാരണം പോലും വേണ്ട. അധർമ്മം നിലനിൽക്കുന്ന ഭരിക്കുന്നവർ തന്നെ അധർമ്മികളായി കഴിഞ്ഞാൽ രാജ്യം പിന്നെ മുച്ചൂടും മുടിയുക തന്നെയാണ് ചെയ്യുന്നത്. അതിനാണ് തൻ്റെ രാജ്യത്തൊന്നും സംഭവിക്കാതിരിക്കാനാണ് കലിയെ അവിടെ നിന്ന് നാട്ടിപ്പായിച്ച് 5 സ്ഥാനങ്ങൾ 4 സ്ഥാനങ്ങൾ പരീക്ഷിത്ത് കൊടുത്തു. അതുകൂടാതെ ഒന്നുകൂടി ചോദിച്ചു, അങ്ങനെ 5 സ്ഥാനങ്ങൾ കൊടുത്തു. അങ്ങനെ വൃഷഭത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ കാളയുടെ രൂപത്തിൽ നിന്ന് ധർമ്മദേവൻ്റെ നഷ്ടപ്പെട്ടു പോയ 3 പാദങ്ങൾ, തപസ്, ശുദ്ധി, ദയ, ആ 3 പാദങ്ങളാണ് നഷ്ടപ്പെട്ടത്. സത്യമെന്ന പാദത്തിൽ മാത്രമാണ് കലിയുഗത്തിൽ ധർമ്മം നിലനിൽക്കുന്നത്. ഇവയെ കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ചു, ധർമ്മത്തെ പൂർണ്ണനാക്കി അങ്ങനെ തീർത്തു. അല്ലയോ ശൗനകാദി മഹർഷികളെ, പരമധാർമ്മികനായ പരീക്ഷിത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നിങ്ങൾ ഇവിടെ ഈ നൈമിശാരണ്യത്തിൽ ഈ സത്രം ആരംഭിച്ചത് എന്ന് സൂത പൗരാണികൻ ശൗനകാദി മഹർഷികളോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ നിലനിർത്തി നഷ്ടപ്പെട്ട ധർമ്മത്തിൻ്റെ 3 കാലുകൾ കൂട്ടിയോജിപ്പിച്ച്
അങ്ങനെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആ കാലഘട്ടത്തിലാണ് നിങ്ങൾ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ആ യജ്ഞം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നൈമിഷാരണ്യത്തിൽ യാതൊരു തടസ്സവും കൂടാതെ ഈ കർമ്മം അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞു. കൗരവശ്രേഷ്ഠരുടെ ശ്രീത്വം കൊണ്ട് ഉല്ലസിക്കുന്ന കീർത്തിമാനായ പരീക്ഷിത്ത് ഹസ്തിനപുരത്തിൽ ചക്രവർത്തിയായി 30 കൊല്ലം രാജ്യം ഭരിച്ചു. അതിനുശേഷം ധാരാളം അദ്ദേഹത്തിൻ്റെ നന്മകൾ, ശ്രീത്വം, ഐശ്വര്യം എല്ലാം ആ രാജ്യത്ത് നിലനിന്നിരുന്നു. അസംഖ്യം ഗുണങ്ങൾ നിറഞ്ഞവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്താലാണ് നിങ്ങൾക്ക് ഈ യാഗം വിഘ്നമൊന്നും കൂടാതെ സുരക്ഷിതമായി നിലനിർത്താൻ ആരംഭിക്കാൻ അത് കഴിഞ്ഞത് എന്ന് സൂത പൗരാണികൻ ശൗനകാദി മഹർഷികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഭാരതഖണ്ഡത്തിൽ കലിയുടെ വിശാലമായ തേരോട്ടം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പരീക്ഷിത്ത് അതിനെ ഉച്ചാടനം ചെയ്ത് 5 സ്ഥാനങ്ങളിലേക്ക് ഒതുക്കുകയും തൻ്റെ രാജ്യത്ത് വീണ്ടും ധർമ്മം 4 കാലുകളോടും കൂടി സന്തോഷമായി ജീവിക്കുകയും ഭൂമിയുടെ ഭാരം തീർക്കുവാൻ അദ്ദേഹം പ്രയത്നിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും കലിയുഗത്തിൻ്റെ ആരംഭം തുടങ്ങുകയായി. അപ്പോൾ അടുത്തത് നമുക്ക് ശൃംഗിയുടെ ശാപം, അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോഴെല്ലാവർക്കും ഭാഗവത കഥാശ്രവണം എല്ലാ ദിവസവും കേൾക്കാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ എല്ലാവരെയും വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.